ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആണ്. അങ്ങനെ പാർവതി അടുപ്പിലേക്ക് തീ കത്തിക്കാനായി പോവുകയാണ്. ഈ കാഴ്ച കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് പ്രഭാവതിയും റിയയും വിനയും. തുടർന്ന് പാറു തീ കത്തിച്ച് അങ്ങോട്ടേക്ക് മാറുമ്പോഴേക്കും പെട്ടെന്ന് ആ കർപ്പൂരത്തിലുണ്ടായിരുന്ന ബോംബ് പൊട്ടുകയാണ്. അതേസമയം ചെമ്പ് മൂടാനുള്ള ഒരു വലിയ അടപ്പ് വിശാലിന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അപകടമൊന്നും സംഭവിക്കുന്നില്ല. കുറച്ച് സമയങ്ങൾക്ക് ശേഷം എല്ലാവരും അങ്ങോട്ടേക്ക് വരികയാണ്. പാറുവിനും വിശാലിനും ഒരു കുഴപ്പവും ഇല്ലാതിരിക്കുന്ന കണ്ടിട്ട് പ്രഭാവതി പറയുകയാണ്, എന്തൊക്കെയായിരുന്നു നീ പറഞ്ഞത്, എന്നിട്ടിപ്പോ എന്തായി? ഇത് കേൾക്കുന്ന വിനയ് പറയുകയാണ്, ആ ഗായത്രി ദേവിയുടെ ആത്മാവും കൂടാതെ അവളുടെ ഉദയനൂരമ്മയും അവളുടെ രക്ഷയ്ക്ക് എത്തിയിട്ടുണ്ടാകും. തുടർന്ന് മാനേജർ പറയുകയാണ്, എന്തോ ദൈവാധീനം കൊണ്ടാ എല്ലാവരും രക്ഷപ്പെട്ടത്. ഇനി എന്താണെങ്കിലും പാചകമൊന്നും വേണ്ട, ഫുഡ് നമുക്ക് പുറത്തുനിന്ന് ഓർഡർ ചെയ്യാം. ഇത് കേൾക്കുന്ന പാറു പറയുകയാണ്, അതൊന്നും വേണ്ട, ഞാൻ തന്നെ ഉണ്ടാക്കാം, നിങ്ങൾ എല്ലാവരും കൂടി ഒന്ന് കൂടിയാൽ മതി. ഇത് കേൾക്കുന്ന എല്ലാവരും സന്തോഷത്തോടെ പാറുവിനെ നോക്കുകയാണ്. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് വിപിനെയും പല്ലവിയെയുമാണ്. പാറുവിന് അപകടമുണ്ടായിട്ടും പാറുവിനെ കാണാൻ പോകാത്തത് എന്താണെന്ന് പല്ലവിയോട് വിപിൻ ചോദിക്കുമ്പോൾ നമ്മളൊന്നും അത് തിരക്കേണ്ട ഒരു കാര്യവുമില്ലെന്ന് പല്ലവി പറയുന്നു. ആപത്ത് വരുന്നതൊക്കെ അവൾക്ക് മുൻകൂട്ടി തന്നെ അറിയാൻ സാധിക്കും. അവളെന്തെങ്കിലും മുൻകരുതലും എടുത്തു കാണും. പിന്നെ നമ്മളെന്തിനാ പേടിക്കുന്നത്? ഇത് കേൾക്കുന്ന വിപിൻ ദേഷ്യത്തോടെ പറയുകയാണ്, എന്റെ പല്ലവി, നീ ഒരു അനിയത്തി തന്നെയാണോ? ഇന്ന് പാർവതിക്കുണ്ടായ അനുഭവം നിനക്കായിരുന്നു ഉണ്ടായിരുന്നതെങ്കിലേ പാർവതി നിന്റെ അടുത്തുനിന്ന് മാറാതെ ഇവിടെ തന്നെ ഉണ്ടായേനെ. ദേ സാറേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ചേച്ചിയോടുള്ള അനുകമ്പ സാറ് എന്റെ മുന്നിൽ വെച്ച് കാണിക്കണ്ട. അവള് സാറിനെന്തോ കൈവിഷം തന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. അത്രയും പറഞ്ഞുകൊണ്ട് വിപിൻ ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് പാറുവിനെയാണ്. കാലിൽ പൊള്ളല് പറ്റിയ സ്ഥലത്ത് മരുന്ന് തേക്കുകയാണ് പാറു. അതേസമയം വിശാല് അങ്ങോട്ടേക്ക് വരികയാണ്. തുടർന്ന് വിശാല് പാറുവിന്റെ കാലിൽ മരുന്ന് പുരട്ടി കൊടുക്കുകയാണ്. ഈ കാലിലെ മുറിവൊക്കെ മാറുന്നതുവരെ ഈ കൊലുസ് താൻ അണിയണ്ടെന്ന് പറഞ്ഞ് വിശാല് തന്നെ ആ കൊലുസ് പാറുവിന്റെ കാലിൽ നിന്നും അഴിച്ചു മാറ്റുകയാണ്. തുടർന്ന് വിശാല് പാറുവിനെ ചേർത്ത് പിടിച്ച് ഉറങ്ങുകയാണ്. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് വിശാലിനുള്ള ചായയുമായി ചെല്ലുന്ന പാറുവിനെയാണ്. എന്തിനാടോ വയ്യാത്ത കാലുമായിട്ട് താൻ രാവിലെ തന്നെ അടുക്കളയിലേക്ക് കയറിയത്? ഇത് കേൾക്കുന്ന പാറു പറയുകയാണ്, വിശാൽ സാർ ഇന്നലെ തൈലം പുരട്ടി തന്നപ്പോൾ തന്നെ എന്റെ വേദനയൊക്കെ മാറി. എന്താണെങ്കിലും ഇപ്പൊ നമുക്കുള്ളത് ഒരു പുനർജന്മം തന്നെയാണെന്ന് വിശാൽ പറയുമ്പോ പാറു പറയുകയാണ്, അതെ, ആ അപകടം എങ്ങനെയാ ഉണ്ടായതെന്ന് നമുക്ക് കണ്ടെത്തണം. നമുക്ക് എന്താണെങ്കിലും അത് അന്വേഷിക്കാൻ പാർവതി എന്ന് വിശാലും പറയുന്നു. അതേസമയം അഡ്വക്കേറ്റ് രാധിക അങ്ങോട്ടേക്ക് വരികയാണ്. രാധികയെ കണ്ട സന്തോഷത്തില് വിശാലും പാറുവും പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നു. അന്ന് സ്റ്റേഷനിൽ വെച്ച് കണ്ടതാ, പിന്നെ കാണാൻ പറ്റിയിട്ടില്ലെന്ന് പാറു പറയുന്നു. എന്തായാലും ഇതൊരു സർപ്രൈസ് വിസിറ്റ് ആയിപ്പോയെന്ന് വിശാല് പറയുമ്പോ, ഇത് ലളിത മേഡത്തിന്റെ തറവാടല്ലേ, പ്രത്യേകിച്ച് അറിയിച്ചിട്ട് വരേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്ന് രാധിക പറയുന്നു. തുടർന്ന് വിശാലും പാറുവും കൂടി രാധികയെ അകത്തേക്ക് ക്ഷണിക്കുകയാണ്. അങ്ങനെ രാധിക അകത്തേക്ക് ചെല്ലുമ്പോൾ പ്രഭാവതിയെ കാണുകയാണ്. പ്രഭാവതി രാധികയെ സംശയത്തോടെ നോക്കുമ്പോ വിശാല് പറയുകയാണ്, അമ്മേ, ഇതാണ് രാധിക മേഡം. അന്ന് ശേഖരമേനോനെ ഷൂട്ട് ചെയ്ത കേസില് എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തല്ലോ, അന്ന് എന്നെ രക്ഷിച്ചത് മേഡമാണ്. മേഡത്തിന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ എന്ന് പാറു ചോദിക്കുമ്പോൾ, ഒന്നും വേണ്ടെന്നും എനിക്കിപ്പോൾ കോടതി വരെ പോകണം, ലളിത മേഡം പറഞ്ഞിട്ടാ ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഇന്നലെ നിങ്ങളുടെ കമ്പനിയിൽ ഒരു ബ്ലാസ്റ്റ് നടന്നില്ല എന്ന് രാധിക ചോദിക്കുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് പ്രഭാവതി. സ്പോട്ടില് നിങ്ങൾ ഉണ്ടായിരുന്നില്ലേ എന്ന് പ്രഭാവതിയോട് ചോദിക്കുമ്പോൾ ഉണ്ടായിരുന്നെന്ന് പ്രഭാവതി പറയുന്നു. ഓഫീസിലെ മാനേജർ പറഞ്ഞ് ലളിത മേഡം കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ട്. എന്താണെങ്കിലും നിങ്ങൾ ഇതിൽ ഒരു അന്വേഷണം നടത്തണം, എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ എന്നെ അറിയിക്കുകയും വേണം. ബ്ലാസ്റ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ലളിത മേഡം ഒരു ജോൾസിനെ പോയി കണ്ടിരുന്നു. ഇനിയുള്ള ഒരു വർഷക്കാലം നിങ്ങൾക്ക് രണ്ടുപേർക്കും പ്രതികൂലമാണെന്നാണ് ജോൾസൻ പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണമെന്നും ലളിത മേഡം പറഞ്ഞിട്ടുണ്ട് എന്ന് വിനയുടെ അടുത്തേക്ക് ചെന്ന് രാധിക ചോദിക്കുകയാണ്. വിനയ് അല്ലേ, കുറെ നാളുകൾക്ക് ശേഷമാണല്ലേ വീട്ടിലേക്ക് വരുന്നത്? ഇവിടെ വന്ന പെൺകുട്ടി ഇതാണല്ലേ? അതെ എന്ന് വിനയ് പറയുമ്പോൾ എല്ലാം ലളിത മേഡം പറഞ്ഞിരുന്നെന്ന് രാധിക പറയുന്നു. കാര്യം കൂടി വിനയിനോട് ചോദിച്ച് വ്യക്തമാക്കാൻ മേഡം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ലളിതച്ചിക്ക് ഇപ്പോൾ എന്താ അറിയേണ്ടതെന്ന് പ്രഭാവതി ചോദിക്കുമ്പോൾ രാധിക പറയുകയാണ്, വിനയും ഈ പെൺകുട്ടിയും തമ്മിലുള്ള ബന്ധം. കേൾക്കുന്ന പ്രഭാവതി പറയുകയാണ്, ഇവന്റെ പെട്ടെന്ന് തന്നെ വിനയ് പ്രൈവറ്റ് സെക്രട്ടറി ആണെന്ന് പറയുന്നു. എന്നാൽ ലളിത മേഡം അങ്ങനെയല്ലല്ലോ വിനയ് അറിഞ്ഞിരിക്കുന്നത്. നിയമപരമായി ഒരു ഭാര്യയുള്ളപ്പോൾ മറ്റൊരു പെൺകുട്ടിയെ കൂടെ താമസിപ്പിക്കുന്നതേ തെറ്റാണ്. ഈ പെൺകുട്ടിയുമായിട്ടുള്ള നിങ്ങളുടെ എല്ലാവിധ ഇല്ലീഗൽ റിലേഷൻഷിപ്പും അവസാനിപ്പിച്ച് ഈ പെൺകുട്ടിയെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണമെന്നാ
ലളിത മേഡം പറഞ്ഞത്. അതനുസരിക്കുന്നതാ നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിലേ മേഡത്തിന്റെ തനി സ്വരൂപം നിങ്ങൾ കാണേണ്ടതായി വരും. ഇതൊക്കെ ലളിതച്ചിക്ക് നേരിട്ട് പറഞ്ഞാൽ പോരെ, എന്തിനാ ഇങ്ങനെ ഒരു മീഡിയേറ്റർ എന്ന് പ്രഭാവതി ചോദിക്കുമ്പോ രാധിക പറയുകയാണ്, അതൊക്കെ നിങ്ങൾ നേരിട്ട് ചോദിച്ചാൽ മതി. എന്നെ ഏൽപ്പിച്ച കർത്തവ്യം ഞാൻ ചെയ്യുന്നു, അത്രമാത്രം. എന്താണെങ്കിലും നിങ്ങളുടെ മോനെ ഒന്ന് ഉപദേശിച്ച് നന്നാക്കിയാൽ കൊള്ളാം. അത്രയും പറഞ്ഞ് പാറുവിനോടും വിശാലിനോടും യാത്ര പറഞ്ഞ് രാധിക അവിടെ നിന്ന് ഇറങ്ങുകയാണ്. കാണിക്കുന്നത് ഗാർഗിയെയും പാറുവിനെയുമാണ്. എന്താണെങ്കിലും ലളിതാമ്മയുടെ ലീഗൽ അഡ്വൈസറിന് വരാൻ കണ്ട നേരം തന്നെ കൊള്ളാം. പ്രഭാവതി അമ്മയ്ക്ക് അവര് കണക്കിന് കൊടുത്തല്ലോ എന്ന് ഗാർഗി പറയുന്നു. ഉദയനൂരമ്മയും ദേവമ്മയും ഉള്ളതുകൊണ്ടാ ഞങ്ങള് രക്ഷപ്പെട്ടതെന്ന് പാറു പറയുമ്പോ പെട്ടെന്ന് ഒരു കാറ്റടിക്കുകയും പാറുവിന്റെ കയ്യിലെ ഫയലിൽ നിന്നും പേപ്പറുകളെല്ലാം പറന്നു പോവുകയും ചെയ്യുന്നു. ഇതെല്ലാം കണ്ട് സംശയത്തോടെ നിൽക്കുകയാണ് പാറു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.